ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയുടെ ഡിഗ്രി 6th സെമസ്റ്റർ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിലവിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിലൂടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു പഴയ ഇൻ്റർഫേസ് അല്ല, പകരം പുതിയൊരു ഇൻ്റർഫേസാണ് അത് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം പല സ്റ്റുഡൻസിനും അതിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുക, എങ്ങനെയാണ് ഏതിൽ ആണ് നമ്മുടെ ഓപ്ഷൻസ്, എക്സാം രജിസ്ട്രേഷൻ ഓപ്ഷൻസ്, പ്രൊഫൈലൊക്കെ എങ്ങനെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസൊക്കെ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് വളരെ ഈസി ആയിട്ട് തന്നെ പഴയ ആ ഒരു ഇൻ്റർഫേസ് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഒരുപാട് കമൻസിൽ നമ്മൾ കാണാനിടയായ ഒരു കാര്യം, സൈറ്റിൽ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. ഒരു പക്ഷേ ഈ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ആ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ ആ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് പലർക്കും എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. എനിവേ, ജസ്റ്റ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം, ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫൈൻ ഇല്ലാണ്ട് ഫീ പേ ചെയ്യാനുള്ള ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 27-ാം തീയതി വരെയാണ്. അത് ഫെബ്രുവരി 27-ാം തീയതി വരെയാണ്. ഇന്ന് നമുക്കറിയാം 26-ആണ്. അപ്പം നാളെ ഒരു ദിവസം കൂടിയാണ് ഫൈൻ ഇല്ലാണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 400 rupees സൂപ്പർ ഫൈനോട് കൂടി മാർച്ച് 4th or 3rd മറ്റോ ആണ് 400 rupees ഫൈനോട് കൂടി അടയ്ക്കാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ പല സ്റ്റുഡൻസും, അതായത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത പല സ്റ്റുഡൻസും വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പം പലരും ചോദിച്ചത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത എന്നുള്ള കാര്യമാണ്. നിലവിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഒന്നും തന്നെ, ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പം ഇന്ന് വൈകുന്നേരമോ മറ്റോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, പ്രസ് റിലീസും മറ്റും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എനിവേ, നിങ്ങൾ ട്രൈ ചെയ്യുക, റിഫ്രഷ് ചെയ്ത് നോക്കാം. ആൻഡ് ആ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഓപ്ഷൻസും ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുന്ന ഓപ്ഷനും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക, റിഫ്രഷ് ചെയ്തിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് നമ്പറിലോ വിളിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഡീൽ ചെയ്യുക. കാരണം ഫീ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ചെയ്യാനായിട്ട് നോക്കാം. ഇനി എക്സാം ഡേറ്റ്, അപ്പം എക്സാം ഡേറ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു നോട്ടിഫിക്കേഷനിൽ കിടക്കുന്ന പ്രകാരം April 3 ഓക്കെ, April 3 നിങ്ങളുടെ എക്സാമിനേഷൻ ചാർട്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് കൂടി. ഇപ്പോൾ 1-2 ദിവസം ചേഞ്ചസ് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. നിലവിലത്തെ പ്രകാരം April 3 എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് 6th സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് April 3. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു.